ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോ എന്നുള്ള കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കാണിക്കുന്നതെല്ലാം ഞാൻ കോട്ടൺ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. പക്ഷേ വന്നപ്പോൾ ഒരെണ്ണം മാത്രം വേറൊരു മെറ്റീരിയലാണ്. അത് ഞാൻ ഏതാണെന്ന് പറയാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്, മീഡിയം സൈസാണ് ഞാൻ വേറെ ഇരിക്കുന്നത്. ആൻഡ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ. ഷെയ്ഡ് നെയിമും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. വീനെക്കാണ്. ഞാനിവിടെ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. നെക്കിൻ്റെ ഇവിടെ ലേസ് വെച്ചിട്ടുണ്ട്. ആൻഡ് എംബ്രോയ്ഡറി, സീക്വൻസ് ആൻഡ് മിറർ വർക്ക്സ് ഉണ്ട്. ഫുൾ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ആൻഡ് കുഞ്ഞ് ലേസും ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലും താഴെ വരെ കുഞ്ഞ് ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇന്ന് കാണിക്കുന്ന കുർത്ത സെറ്റിലൊന്നും ലൈനിങ് വരുന്നില്ല. ഇങ്ങനെയാണ് ബാക്ക് സൈഡ്. ആൻഡ് ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ആൻഡ് ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 848 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇവിടെ ആണെങ്കിൽ നല്ല വീതിയുള്ള പടി വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റിലാട്ടോ പാൻറ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. എ ലൈൻ കുർത്ത സെറ്റാണ്. താഴത്തേക്ക് ചെറിയ ഫ്ലെയർ വരുന്നുണ്ട്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. ഞാൻ അത് മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 624 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇവിടെ ആണെങ്കിൽ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് സീക്വൻസ് ഉണ്ട്. പിന്നെ ചുറ്റും ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി, സീക്വൻസ് ആൻഡ് ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഈ പിക്ചറിലാണെങ്കിൽ കുറച്ച് ഒരു ഡിം ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. പക്ഷെ നേരിട്ട് കുറച്ച് എടുത്ത് നിൽക്കുന്ന ബ്ലൂ ഷെയ്ഡാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ബാക്കിലാട്ടോ എലാസ്റ്റിക്. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. ഞാൻ അത് മേടിച്ചത് 773 റുപ്പീസിനാണ്. പിന്നെ മിക്ക ഹോൾ വീഡിയോസിൽ ഞാൻ റിവ്യൂ പറയുന്നത് വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റിവ്യൂസും കൂടെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. കാരണം ഞാൻ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അധികവും ഞാൻ കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള റിവ്യൂ കേട്ടോ അധികവും ഞാൻ ചെയ്യാറ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത മീഡിയം സൈസാട്ടോ. പക്ഷേ വന്നത് സ്മോൾ സൈസാണ്. അപ്പോൾ എനിക്കിവിടെ ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ടൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മുന്നേ എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയുള്ള പടി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പടിയുടെ രണ്ട് സൈഡിലും ലേസ് ഉണ്ട്. പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഭാഗമില്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്ത് കളറ് കുറച്ച് അൺഈവൻ ആയിട്ട് കേട്ടോ വരുന്നത്.
ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും. പിന്നെ നെക്കിലും യോക്ക് പോർഷനിലും പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് കുർത്തയാണ്, കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സെയിം കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 611 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കോഡ് സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. സ്ലീവ് ആണെങ്കിൽ എൽബോ ലെങ്ത് ആട്ടോ. ഇവിടെ പടി വെച്ചിട്ടുണ്ട്. ഇവിടെ ബട്ടൺസ് ഉണ്ട്. മാൻഡ്രിൻ കോളറാണ്. ഫസ്റ്റത്തെ ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ. ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ്. ഇവിടെ വരെയുണ്ട്. ഇവിടെ തൊട്ട് ഓപ്പൺ ആണ്. രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ സ്ലിറ്റ് ആണെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ വരുന്നത്. പക്ഷേ ഇവിടെ ടൈറ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില സ്ട്രെയിറ്റ് കുർത്തയ്ക്കൊക്കെ ഇങ്ങനെ സ്ലിറ്റ് താഴെ വരും, കുറച്ച് ഇറങ്ങിയിട്ട് വരുമ്പോൾ ചിലപ്പം ഈ ഒരു ഭാഗത്ത് ടൈറ്റായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇഷ്യൂ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിവിടെ പലാസോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പാൻ്റ് ആണെങ്കിൽ അടിയിലേക്ക് വരുമ്പോൾ കുറച്ച് നാരോ ആവുന്നുണ്ട്. പലാസോൻ്റെ പോലെ അത്രയ്ക്കും ലൂസ് അല്ല കേട്ടോ. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ പല ഡിസൈനിൽ വരുന്ന കോഡ് സെറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 542 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു എ ലൈൻ കുർത്ത സെറ്റാണ്. മൊത്തം ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ്. ഇവിടെ ആണെങ്കിൽ ലേസ് ഉണ്ട്. പിന്നെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഗോൾഡൻ പെയിൻറ് കൊണ്ടുള്ള ഡിസൈൻ ഉണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റും. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ലേസ് ഉണ്ട്. ചെറിയ ഫ്ലെയർ ഉണ്ട് കേട്ടോ. ഏറ്റവും അടിയിലും ലേസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ലേസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ അത്. പിന്നെ തൊടുമ്പം ചെറിയൊരു മിക്സ് ഉള്ള പോലെ തോന്നും. പക്ഷെ കൂടുതലും കോട്ടൺ സൈഡിലാട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. സെയിം പ്രിൻ്റാണ്. ഏറ്റവും അടിയിൽ ലേസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 827 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. ഈ ഒരു കുർത്ത സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇതിലാണെങ്കിൽ മെയിൻലി 2 പ്രിൻ്റാണ് വരുന്നത്. സ്ലീവിലാണെങ്കിലും 2 ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രിൻ്റ്, നടുക്ക് വേറെ പ്രിൻ്റാണ്. യോക്ക് പോർഷനിലാണെങ്കിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ബീഡ് വർക്ക് ഉണ്ട്, സീക്വൻസ് വർക്ക് ഉണ്ട്, ആൻഡ് പൈപ്പിംഗ് ഉണ്ട് കേട്ടോ. നെക്കിലും ഇവിടെ ഉണ്ട് പൈപ്പിംഗ്. പിന്നെ ഈ 2 ഡിസൈൻ ജോയിൻ ചെയ്യുന്ന അവിടെയും പൈപ്പിംഗ് ഉണ്ട്. താഴെ വരെയുണ്ട്. ഏറ്റവും അടിയിലും പടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും പടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും വള്ളി വരുന്നുണ്ട്. നമുക്ക് വലിച്ചിട്ട് ഇവിടെ ടൈ ചെയ്ത് വെക്കാം. അറ്റത്ത് ടാസൽസ് ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് വള്ളി പോയിരിക്കുന്നത്. ഇത് വലിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുരുങ്ങി വരും. നമുക്കിവിടെ ടൈ ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് ബാക്ക്. ബാക്കിലും നടുക്ക് വേറെ പ്രിൻ്റാണ്. ആൻഡ് പൈപ്പിംഗ് വരുന്നുണ്ട്. രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട് അവിടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പാൻസ് പ്ലെയിൻ ആണ്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയലാണ്. ചുറ്റും ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്. ഞാനിത് മേടിച്ചത്
957 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. 3/4 സ്ലീവാണ്. സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ചിങ്ങനെ ടൈറ്റായിട്ടോ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ബാക്ക്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. പാൻസിൽ ഇങ്ങനെ ലൈൻസ് ആട്ടോ വരുന്നത്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ദുപ്പട്ടയ്ക്കാണെങ്കിൽ നോർമലി ഉള്ള ദുപ്പട്ടേനേക്കാളും കുറച്ച് ലെങ്ത് കുറവാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 737 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇതാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്യുർ കോട്ടൺ എന്നാണ്. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല കേട്ടോ. കുറച്ചിങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ഒരു റയോൺ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. 3/4 സ്ലീവാണ്. വീനെക്കാണ്. ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മിറർ വർക്ക്സ് ഉണ്ട്. മിറേഴ്സിൻ്റെ ചുറ്റും എംബ്രോയ്ഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് കുർത്തയാണ്. അപ്പം ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. സൈസ് എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഇതാണ് പാൻസ്. പാൻസും സെയിം മെറ്റീരിയലാണ്. കോട്ടൺ അല്ല. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയാണെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 798 റുപ്പീസിനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.